നാളെ നിയോജന ശുശ്രൂഷയുടെ ഭാഗമായിട്ട് നിങ്ങളോടൊപ്പം ലഭിച്ച ഈ സന്ദർഭത്തിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങളെ സ്തുതിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഒരു വിഷയം ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് നേരത്തെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ട്, അത് അറിയിച്ചിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു. ആത്മീയ വളർച്ച എന്നുള്ള ഒരു വിഷയം, സ്പിരിച്വൽ ഗ്രോത്ത്. നമുക്കറിയാം, ആത്മീയ മണ്ഡലത്തിൽ മാത്രമല്ല, എല്ലാ മേഖലയിലും ജനം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് വളർച്ച ഉണ്ടാകണം എന്നുള്ളത്. പ്രത്യേകിച്ച് നമുക്ക് കുഞ്ഞുങ്ങളുണ്ടായ ശരിയായ നിലയിൽ അവർ വളരണം. അവരുടെ പഠനത്തിന്റെ കാര്യങ്ങളിൽ ശരിക്കും അവർ വളർച്ച പ്രാപിക്കണം. ഒരു ബിസിനസ്, ഒരു സ്ഥാപനം തുടങ്ങിയാൽ അതിന് നല്ല ഗ്രോത്ത്, നല്ല വളർച്ച ഉണ്ടാകണം. ഇതെല്ലാ മേഖലകളിലും നമുക്ക് പ്രതീക്ഷിക്കുന്ന കാര്യം തന്നെയാണ്. കേവലം ഭൗമിക വിഷയങ്ങളിൽ നാം അങ്ങനെ പ്രതീക്ഷിക്കുന്നവരും അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമാണെങ്കിൽ, ആത്മീക വിഷയങ്ങളോട് ബന്ധപ്പെട്ട് ആ വളർച്ച എന്നുള്ളത് നാം എത്രമാത്രം ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കേണ്ടുന്നതുമായ ഒരു വിഷയമായിട്ടിരിക്കുന്നു. ദൈവസഭയോട് ബന്ധപ്പെട്ട് സഭയിൽ നടക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ കൊണ്ടൊക്കെ ലക്ഷ്യം ഇത് തന്നെയാണ്. ദൈവജനത്തിന് അതുകൊണ്ട് ആത്മീയമായ വളർച്ച ഉണ്ടാകണം. ഒരുപക്ഷെ ആ ഒരു വാക്ക് ആയിരിക്കത്തില്ല ആ ആശയത്തോട് ബന്ധപ്പെട്ട് പലപ്പോഴും നമുക്ക് ഉപയോഗിക്കുന്നത്. ആത്മീയമായി വളരുക, സ്പിരിച്വൽ ഗ്രോത്ത്, ആ ഒരു പദം അതിന് ഉപയോഗിക്കാം. നമ്മുടെ ബൈബിളിൽ, മലയാള ബൈബിളിൽ, നമ്മൾ ഇംഗ്ലീഷ് ബൈബിളുമായിട്ടൊക്കെ കമ്പയർ ചെയ്താലും മറ്റൊരു പദമാണ് കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിൽ. ആത്മീയ വളർച്ച എന്ന ആശയം തന്നെയാണ് ആത്മീയ വർധനവ് എന്നൊരു വിഷയമാണ്. അത് ഇംഗ്ലീഷിൽ സ്പിരിച്വൽ എഡിഫിക്കേഷൻ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പം ആത്മീയ വളർച്ച, സ്പിരിച്വൽ ഗ്രോത്ത്, സ്പിരിച്വൽ എഡിഫിക്കേഷൻ. അതുപോലെ വേറൊരു പദം പുതിയ നിയമത്തിൽ ചില ഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്, പക്വത, മെച്യൂരിറ്റി, സ്പിരിച്വൽ മെച്യൂരിറ്റി എന്ന ഒരു പദം. അതും ഇതിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ആത്മീയമായ ശിശുക്കളായവർ വളർന്ന് 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 ആത്മീയമായ പക്വതയിൽ എത്തുക, അത് ആത്മീയ വളർച്ചയുടെ ഒരു ലക്ഷണമായിട്ട് തന്നെയാണ്. അപ്പൊ ആ ഒരു പദവും ഈ ആശയത്തെ സൂചിപ്പിക്കാനായിട്ട് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പൗലോസിന്റെ ലേഖനങ്ങളിലൊക്കെ ആത്മീയമായി ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റികളെ കുറിച്ച് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ വേറൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട്. നിറവ്, പെർഫെക്ഷൻ എന്നുള്ള ഒരു പദമാണ്. സ്പിരിച്വൽ പെർഫെക്ഷൻ, ആത്മീയമായ തികവ് എന്നോ ആത്മീയമായ നിറവ് എന്നോ ഒക്കെ അതിനെ വിശേഷിപ്പിക്കാം. അതും ഇത് തന്നെയാണ്, നമ്മുടെ ഈ വിഷയം തന്നെയാണ്. ആത്മീയമായ തികവിലേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ അതും ആത്മീയ വളർച്ചയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വേറൊരു വാക്കാണ് ആ നിറവ് എന്നുള്ളതിന് ഞാൻ തികവ് എന്നൊരു പദമാണ് പറഞ്ഞത്. എന്നാൽ നിറഞ്ഞു വരിക, ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ആ പാത്രത്തിൽ നിറഞ്ഞു വരുന്നതിനെ കുറിച്ച് സ്പിരിച്വൽ ബി ഫിൽഡ് എന്നൊരു പദപ്രയോഗം, സ്പിരിച്വൽ ഫുൾനെസ്, ആത്മീക നിറവ്, ഇങ്ങനെ ചില പദങ്ങൾ മാറി മാറി ഈ വിഷയത്തെ സൂചിപ്പിക്കാനായിട്ട് ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. സ്പിരിച്വൽ ഗ്രോത്ത്, സ്പിരിച്വൽ എഡിഫിക്കേഷൻ, സ്പിരിച്വൽ മെച്യൂരിറ്റി, സ്പിരിച്വൽ പെർഫെക്ഷൻ, സ്പിരിച്വൽ ഫുൾനെസ്. ഇനി ഒരു പക്ഷേ നമ്മൾ വായിച്ചു പഠിച്ചുമൊക്കെ വരുമ്പോൾ ഇതേ ആശയം നൽകുന്ന മറ്റു ചില പദങ്ങളൊക്കെ നമുക്ക് ബൈബിളിൽ പുതിയ നിയമത്തിൽ കാണാനായിട്ട് കഴിയും. ഞാൻ ഇപ്പൊ പറഞ്ഞ ഈ പദങ്ങളെല്ലാം മാറി മാറി ഈ ഒരു ആശയത്തെ വ്യക്തമാക്കാനായിട്ട് പുതിയ നിയമത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് ഓരോന്നും പറയുന്ന ഭാഗങ്ങൾ ഏതൊക്കെ എന്നെടുത്ത് നമുക്ക് അങ്ങനെ വിശദമായിട്ട് കൂടുതൽ ചിന്തിക്കാനായിട്ട് സമയമില്ല. ധാരാളം സമയമുണ്ട് എന്ന് പറഞ്ഞു. ആ സമയത്തിൽ തന്നെ നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ എപ്പം വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാം. എന്നാൽ
ഇങ്ങനെയുള്ള ഓരോ പദങ്ങളും അതിന്റെ മൂല ഭാഷയിലെ അർത്ഥങ്ങളും എല്ലാം എടുത്ത് വിശദമായിട്ട് പഠിക്കണമെങ്കിൽ ഈ സമയം പോരാ. അതുകൊണ്ട് പ്രധാനമായിട്ട് ഈ വിഷയത്തോട് ബന്ധപ്പെട്ട് തിരുവഴുത്തിൽ നാം മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ 3 ക്ലാസ്സുകളിലായിട്ട് ഇന്ന് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ ഈ ആത്മീയ വളർച്ച അല്ലെ സ്പിരിച്വൽ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ആദ്യം പറയട്ടെ, ഇത് ആഗ്രഹിക്കാത്ത ഏതെങ്കിലും ദൈവമക്കളുണ്ടോ? ആത്മീയമായിട്ട് വളരണമെന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെയില്ല. എല്ലാവർക്കും ഉണ്ട്, പക്ഷെ വേണ്ട പോലെ സാധിക്കുന്നില്ലെന്നേ ഉള്ളൂ. ചിലപ്പോൾ ചിലരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് അതിനുള്ള പക്വതയൊന്നും ആയിട്ടില്ല. അത് അവർ തന്നെ പറയുന്നതാണ്. ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കും, അങ്ങനെ പറയുന്നവർക്കായിരിക്കും ശരിക്കും ഞാൻ ആണ് എന്ന് വെളിപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല. അത് തന്നെ ഒരു പക്ഷേ ആത്മീയ വളർച്ചയുടെ ലക്ഷണമായിരിക്കാം. എന്നാൽ ചിലരെ സംബന്ധിച്ച് അവർക്ക് അതിൽ തന്നെ ഉള്ള ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടെ പറയുന്നതായിരിക്കാം വേണ്ട നിലയിലുള്ള ആത്മീയമായ ഒരു വളർച്ചയോ പക്വതയോ എനിക്ക് പ്രാപിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോഴും ആ പറയുന്നവരുടെ എല്ലാം ഉള്ളിലുള്ള ഒരു വലിയ ആഗ്രഹമുണ്ട്, ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരാ, കുറച്ചുകൂടെ ആത്മീയമായിട്ട് വളരണം എന്നുള്ളത്. ഈ ആത്മീയ വളർച്ചയോട് ബന്ധപ്പെട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണോ അതെല്ലാം ദൈവം തന്നിട്ടുണ്ട്. ആ ആശയം പഠിപ്പിക്കുന്ന ചില വേദഭാഗങ്ങൾ എടുത്ത് ഒരു വിശകലനം നടത്താനാണ് അടുത്ത 2 ക്ലാസ്സുകളിൽ ഞാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ പ്രാരംഭത്തിലെ ക്ലാസ്സിൽ അതിനൊരു മുഖവുരയായിട്ട് ചില കാര്യങ്ങൾ മാത്രം ഓർമ്മിക്കുക. ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ദൈവവചനത്തിലെ ഒരു കൽപ്പന തന്നെയാണ്. ആത്മീയമായി വളരണം എന്നുള്ളത് 1-2 വാക്യങ്ങൾ മാത്രം അതോട് ബന്ധപ്പെട്ട് ഒന്ന് സൂചിപ്പിക്കാം. നാം ആത്മീയമായി വളരണം എന്ന് പറയുന്നത് നമ്മുടെ കേവലം ഒരാഗ്രഹമല്ല. മാനുഷികമായ എന്തെങ്കിലും കാര്യസാധ്യത്തിനു വേണ്ടി നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മാത്രമായിട്ട് ഇരിക്കുന്നില്ല. അത് ദൈവവചനത്തിലെ പ്രമാണമാണ്, ദൈവവചനത്തിന്റെ കൽപ്പനയാണ്. ദൈവവചനത്തിൽ നമുക്കറിയാം അനേക കൽപ്പനകൾ നമുക്ക് തന്നിട്ടുണ്ട്. എന്തിനാ ഇതെല്ലാം തന്നിട്ടുള്ളത്? സങ്കീർത്തനങ്ങളിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവവചനത്തിലെ കൽപ്പനകളും പ്രമാണങ്ങളും ഒക്കെ ദൈവം നമുക്ക് തന്നിരിക്കുന്നത് അത് എന്തിനു വേണ്ടിയാണെന്ന്. എന്തിനു വേണ്ടിയാണ്? അത് കൃത്യമായി ആചരിക്കുന്നതിന് വേണ്ടിയാണ്, കൃത്യമായി പ്രമാണിക്കുന്നതിന് വേണ്ടിയാണ്. ദൈവവചനത്തിൽ ഇന്ന കൽപ്പനകളുണ്ട് എന്ന് കാണാതെ പഠിച്ചു വെക്കാനല്ല, മറിച്ച് ഇതിനകത്ത് തന്നിരിക്കുന്ന കൽപ്പനകളും പ്രമാണങ്ങളും മുഴുവൻ സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത് ഇത് കൃത്യമായി ആചരിക്കുന്നതിന് വേണ്ടിയാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ഇസ്രായേൽ മക്കളെ കുറിച്ച് പറയുമ്പോൾ പറയുന്നുണ്ട്, ഇതുപോലൊരു ശ്രേഷ്ഠ ജാതി ലോകത്തിൽ വേറെ ഇല്ല. അതിന് 2 കാരണങ്ങളാണ് 6-ാം അധ്യായത്തിന്റെ പ്രാരംഭ ഭാഗത്ത് പറയുന്നത്. ആവർത്തന പുസ്തകത്തില് ഇവരെ ശ്രേഷ്ഠ ജാതി എന്ന് പറയാനുള്ള 2 കാരണങ്ങൾ. ഒന്ന്, ഇവര് നിലവിളിക്കുമ്പോഴൊക്കെ ഇവരുടെ നിലവിളി കേട്ട് ഉത്തരം നൽകുന്ന ഇതുപോലൊരു ദൈവം വേറെ ആർക്കുമില്ല. അതുകൊണ്ട് അവരെ കുറിച്ച് പറയുക ഇവർ ശ്രേഷ്ഠ ജാതിയാണ്. എന്നിട്ട് 2ാമത്തെ കാരണം പറഞ്ഞിരിക്കുന്നത്, ഇവർക്കുള്ളതുപോലെ അനുസരിക്കാൻ കൊള്ളാവുന്ന പ്രമാണം വേറെ ആർക്കുമില്ല. അതുകൊണ്ട് അവരെ കുറിച്ച് പറയുന്നു അവർ ശ്രേഷ്ഠ ജാതിയാണ് എന്നാണ്. അപ്പൊ 2ാമത്തെ വിഷയം, ഇവർക്കുള്ളതുപോലെ പ്രമാണിപ്പാൻ കൊള്ളാവുന്ന അല്ലെ അനുസരിക്കാൻ കൊള്ളാവുന്ന കൽപ്പനകളും പ്രമാണങ്ങളും ലോകത്തിലെ വേറെ ഒരു ജാതിക്കും ഇല്ല എന്ന്. ചുറ്റുമുള്ള അമൂന്യർ, മോവാബ്യർ എന്നൊക്കെ പറയുന്ന അനേക ജാതികളെ കണ്ട് താരതമ്യം ചെയ്തുകൊണ്ട് ദൈവത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്നതാണ് ഇവർക്കുള്ളതുപോലെ അനുസരിക്കാൻ കൊള്ളാവുന്ന പ്രമാണങ്ങൾ വേറെ ആർക്കുമില്ല. അത് ഇസ്രായേൽ ജനത്തെ കുറിച്ച് പറഞ്ഞതാണെങ്കിൽ ഇന്നിപ്പോ പുതിയ നിയമസഭ എന്ന നമ്മെ കുറിച്ച് അഥവാ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ ദൈവസഭയെ കുറിച്ച് പറയുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, അന്ന് ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരുന്നതിനേക്കാൾ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് അനുസരിക്കാനും പ്രമാണിക്കാനും കൊള്ളാവുന്ന കൽപ്പനകളെ ദൈവവചനം അത് അതിന്റെ പൂർണ്ണതയിലാക്കി നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് നാം ഇസ്രായേൽ മക്കളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനേക്കാൾ ചൂട് നല്ല വിശേഷണത്തിന് യോഗ്യനാണ്. അവരെ കുറിച്ച് പറയുമ്പോൾ എങ്ങനെയാ പറയുള്ളൂ,
ഇതുപോലൊരു ശ്രേഷ്ഠ ജാതി വേറെ ഏതുള്ളൂ. എന്നാൽ ഇന്ന് ദൈവസഭയെ കുറിച്ച് ഞാൻ ഇങ്ങനെ പറയട്ടെ, ഇതുപോലൊരു അതിശ്രേഷ്ഠ ജാതി വേറെയില്ല. എന്ന് പറഞ്ഞാൽ എന്നെയും നിങ്ങളെയും പോലെ ദൈവസഭയിലെ അംഗങ്ങളെ പോലെ ഇതുപോലൊരു പ്രമാണം അനുസരിക്കാൻ കൊള്ളാവുന്നതാണ്. ഇതിനകത്ത് തന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ഇത് വായിക്കുന്നവനും വായിച്ച് കേൾക്കുന്നവനും എന്ന് പറഞ്ഞാൽ വായിക്കുന്നവൻ, കേൾക്കുന്നവൻ, കേൾപ്പിക്കുന്നവൻ, പ്രമാണിക്കുന്നവൻ, ഇവരെല്ലാവരും ആരാധന പറഞ്ഞിരിക്കുന്നത് ഭാഗ്യവാൻ എന്നാണ്. അപ്പൊ അതുപോലെ ഒരു അനുഭവത്തെയും അതുപോലെ ഒരു അനുഗ്രഹത്തെയും പ്രദാനം ചെയ്യുന്ന വേറെ പ്രമാണം ലോകത്തിൽ എങ്ങുമില്ല. ആ പ്രമാണത്തിന്റെ ഭാഗം തന്നെയാണ്, ആ കൽപ്പനയുടെ ഭാഗം തന്നെയാണ് നാം ആത്മീകമായി വളരണം എന്നുള്ളതാണ്. ഒന്ന് രണ്ട് വാക്യങ്ങൾ മാത്രം കൽപ്പന എന്നുള്ള നിലയിൽ ഞാനൊന്ന് സൂചിപ്പിക്കാം. പത്രോസ് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം. 2 പത്രോസ് 3-ാം അധ്യായം 18-ാമത്തെ വാക്യം. നമ്മളിതൊരു പഠനം എന്നുള്ള നിലയിലായതുകൊണ്ട് എടുക്കുന്നവരത് വായിച്ചുകൂടെ പോയാൽ നല്ലതാണ്. 2 പത്രോസ് 3:18. 2 Peter chapter 3 verse 18. The last words of the epistles of Apostle Peter. കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുകയും. 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, അത് അടുത്ത ക്ലാസ്സിൽ അല്പം ഞാൻ വിശദീകരിക്കുന്നതാണ്. രക്ഷയ്ക്കായി വളരുവാൻ. അവിടെ 2 ഭാഗത്തും പത്രോസ് അപ്പോസ്തലന്റെ ലേഖനങ്ങളിൽ, പൗലോസിന്റെ ലേഖനങ്ങളിൽ ഈ ആശയത്തെ കുറേയും കൂടെ വിശദമായിട്ട് പറയുന്നുണ്ട്. പിന്നാലെ നമ്മൾ ചിന്തിക്കുന്നതാണ്. എന്നാൽ ഈ 2 ഭാഗത്തും വളരുവീൻ എന്ന് പറഞ്ഞ് ഇതൊരു കൽപ്പനയായിട്ട് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ദൈവവചനത്തിലെ പ്രമാണങ്ങളിലൊന്ന്, ദൈവവചനത്തിലെ കൽപ്പനകളിൽ ഒന്നാണ് നാം ആത്മീയമായി വളരണം എന്നുള്ളത്. ഈ ആത്മീയ വളർച്ചയെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ? ഒരു സഭ നല്ല വളർച്ചയുണ്ടെന്ന് നമ്മൾ പറയണമെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്? സാധാരണ നമ്മൾ മാനുഷികമായി ഒരു സ്ഥലം സഭയെ കുറിച്ച് നല്ല വളർച്ചയുള്ള ഒരു സഭയാണ് അത് പറയുമ്പോൾ ആത്മീയ വളർച്ച എന്നുള്ളത് തന്നെ ഉദ്ദേശിക്കുന്നത്. ആ ഉദ്ദേശത്തോടെ പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്ന ആശയം എന്താ? സഭ തുടങ്ങി ഒരു 10 പേരെ തുടങ്ങി, 1 വർഷം കഴിഞ്ഞപ്പോൾ അത് 15 ആയി, 2 വർഷം കഴിഞ്ഞപ്പോൾ 30 ആയി, 3-4 വർഷം ആയപ്പോഴത്തേന് 19 പേരുണ്ട്. സഭ നല്ലപോലെ വളർന്നു. നമ്മള് ആ വളർച്ച അളന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആ വളർച്ചയെ നമ്മൾ അളന്നത് എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വളർച്ചയെ അളന്നത്. ഒരു ദൈവദാസനെ തന്നെ വളരെ ശുശ്രൂഷയ്ക്കൊക്കെ വന്നു, ഇപ്പൊ നല്ല ആത്മീയ വളർച്ചയിലാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും? എവിടെ നോക്കിയാലും നോട്ടീസിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്, തിരക്ക് പിടിച്ച് കൂടി നടക്കുകയാണ്, ഒത്തിരി ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. ആ ശുശ്രൂഷയുടെ എണ്ണം നോക്കിയിട്ട് നമ്മൾ പറയും അദ്ദേഹം നല്ലപോലെ ആത്മീകമായി വളർന്നിട്ടുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിലിരിക്കുന്ന കാഴ്ചപ്പാടാണ് ശുശ്രൂഷയുടെ എണ്ണത്തിന്റെ പെരുപ്പത്തിൽ, സഭയിലെ ആളിന്റെ എണ്ണത്തിന്റെ പെരുപ്പത്തിൽ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, കേവലം ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആത്മീക വളർച്ചയെ അളക്കുന്നത്. പക്ഷെ അതല്ല ആത്മീയ വളർച്ച. 10 ഉള്ളെങ്കിലും 1-10 ചൊവ്വായി പോകുന്നുണ്ടെങ്കിൽ അതാണ് ആത്മീയ വളർച്ച. അതുകൊണ്ട് പ്രാരംഭത്തിൽ തന്നെ ഞാൻ ഇങ്ങനെ ആ വിഷയത്തെ പറയട്ടെ. ശരിയായ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് എണ്ണത്തിലുള്ള വളർച്ചയല്ല, ഗുണത്തിലുള്ള വളർച്ചയാണ്, ക്വാളിറ്റിയിലുള്ള വളർച്ചയാണ്. അതാണ് ശരിയായ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. നമ്മളെ തന്നെ വ്യക്തിപരമായിട്ട് നമ്മുടെ ആത്മീയ വളർച്ചയെ നോക്കുന്നതും വ്യക്തിപരമായിട്ട് നമ്മുടെ ആത്മീയ വളർച്ചയെ അളക്കുന്നതും ഗുണത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം. മറിച്ച് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകളുടെ വലിപ്പത്തിന്റെ, എണ്ണത്തിന്റെ കൂടുതൽ, സഭയിൽ ഞാൻ എത്രമാത്രം കൂടുതൽ കാര്യങ്ങളിൽ ഏർപ്പെടുന്നു എന്നുള്ളതിന്റെ കേവലം അതിന്റെ മാത്രം
അടിസ്ഥാനത്തിൽ ആയിരിക്കരുത്. ഇതൊക്കെ വേണം, അതൊക്കെ വളർച്ചയുടെ ചില ലക്ഷണങ്ങളാണ്. പക്ഷേ ശരിയായ ഗുണങ്ങളില്ലാതെയും ഇതൊക്കെ, ശരിയായ ആത്മീയ വളർച്ച ഇല്ലാതെയും ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ശരിയായ ആത്മീയ വളർച്ചയെ നാം കാണുന്നത്, നാം അളക്കേണ്ടത് ക്വാണ്ടിറ്റിയുടെ അടിസ്ഥാനത്തിലല്ല, പിന്നെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അത് ദൈവത്തിന്റെ കൽപ്പനയാണ്, അങ്ങനെ വളരണം എന്നുള്ളത്. 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയെ കുറിച്ച് പറയുമ്പോഴൊക്കെ എണ്ണത്തിൽ പെരുകി വന്ന കാര്യവും പറയുന്നുണ്ട്. പക്ഷെ എണ്ണത്തിൽ പെരുകിയതിനോടൊപ്പം ആത്മീക ഗുണങ്ങളിലും പെരുകി വന്ന കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. എവിടൊക്കെ ആത്മീകമായ അധപ്പതനം സംഭവിച്ചിട്ടുണ്ടോ അവിടൊക്കെ സംഭവിച്ച പരാജയങ്ങളെ കുറിച്ചും അതത് വേദഭാഗങ്ങളിൽ അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ സഭാചരിത്രത്തെ കുറിച്ച് പറയുന്നത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒന്നാമത്തെ ആശയം ഇങ്ങനെ പറയട്ടെ, ആത്മീയ വളർച്ച എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ കൽപ്പനയാണ്. രണ്ടാമത്തെ ആശയം, ആത്മീയ വളർച്ച എന്ന് പറയുന്നത് കേവലം എണ്ണത്തിലുള്ള വളർച്ചയല്ല, ഗുണത്തിലുള്ള വളർച്ചയാണ്. ഇനി വളരണമെങ്കിൽ എന്തു വേണം? ഞാൻ പൊതുവായിട്ട് മുഖവുരിയായിട്ട് ചില കാര്യങ്ങളാണ് ഈ ആദ്യത്തെ ക്ലാസ്സിൽ പറയുന്നത്. വളരണമെങ്കിൽ എന്തു വേണം? ഞാനൊരു സാധനം എന്തെങ്കിലും ആട്ടെ ഇവിടെ വെച്ചിട്ട്, അല്ലെ ഒരു ബുക്ക് ഇവിടെ വെച്ചിട്ട് പോവാം, ഇന്ന് നാളെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവാം. നിങ്ങളോട് പറയാം, 6 മാസം അല്ലെ 2 വർഷം കഴിയുമ്പോൾ വെച്ച് പോയ ആ വസ്തുവിന് എത്രമാത്രം അന്നത്തതിനേക്കാൾ നീളവും വീതിയും കൂടി എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്തായിരിക്കും മറുപടി പറയുന്നത്? 2 വർഷം കഴിഞ്ഞിരിക്കുന്നത് എന്ന് മറുപടി പറയും. അത് അതുപോലെ അവിടെ എന്നവിടെ വെച്ചപ്പോ, അല്ലെ അന്നവിടെ വെച്ചപ്പോ എങ്ങനെ ഉണ്ടായിരുന്നോ അതുപോലെ അവിടെ ഇരിപ്പുണ്ട്. അതിനൊരു വ്യത്യാസവും വന്നിട്ടില്ല. എന്താ കാരണം? ആ ഒരു കുഞ്ഞ് ഒരു 2 വർഷം കഴിഞ്ഞ് ഞാൻ കാണുകയാണെങ്കിൽ ഇതുപോലാണ് ഇരിക്കുന്നത്. അതിന് കുറച്ചുകൂടെ വലിപ്പം വെക്കും, പല നിലകളിലുള്ള മാറ്റങ്ങൾ അതിന്റെ സ്വഭാവത്തിൽ വരാം, വളർച്ച ഉണ്ടാകും. എന്താ ഈ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം? ഞാനവിടെ വെച്ചിട്ട് പോകുന്ന ആ പുസ്തകത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല, എന്നാൽ ആ കുഞ്ഞിന് 2 വർഷം കൊണ്ട് വളരെ മാറ്റങ്ങൾ സംഭവിക്കുന്നു. എന്താ വ്യത്യാസം? ഒന്നിന് ജീവനില്ല, മറ്റതിന് ജീവനുണ്ട്. ജീവൻ ഉള്ളത് വളരും, ജീവൻ ഇല്ലാത്തത് വളരുന്നില്ല. ആത്മീക വളർച്ചയുണ്ട് എന്ന് പറയുന്നത് എന്തിന്റെ അടയാളമാണ്? ജീവനുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ്. എനിക്കും നിങ്ങൾക്കും ആത്മീയ വളർച്ച ഇല്ലെങ്കിൽ അതെന്തിന്റെ അടയാളമാണ്? 10 വർഷം മുമ്പ് രക്ഷിക്കപ്പെട്ട പോലെ ഇപ്പോഴും ഇരിക്കുന്ന ഒരു വളർച്ചയില്ലെങ്കിൽ അതിന്റെ അർത്ഥം ആ പുസ്തകവുമായിട്ട് ഒരു വ്യത്യാസവുമില്ല, ഒരു തടികഷ്ണവുമായിട്ട് ഒരു വ്യത്യാസവുമില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ആ ജീവൻ എന്ന് പറയുന്നത് സ്പിരിച്വൽ ലൈഫാണ്. ആത്മീയ ജീവനില്ല എന്ന, ആത്മീയ ജീവൻ ഉണ്ടെങ്കിൽ ആത്മീയമായി വളരും. അപ്പൊ ആത്മീയ വളർച്ച എന്ന് പറയുന്നത് എന്തിന്റെ അടയാളമാണ്? ആത്മീയ വളർച്ച എന്ന് പറയുന്നത് ആത്മീയ ജീവൻ ഉള്ളിലുണ്ട് എന്നുള്ളതിന്റെ അടയാളമാണ്. നമുക്ക് തന്നിട്ടുള്ള ആത്മീയ ജീവനെ കുറിച്ച് ദൈവജനത്തിൽ തന്നെ നമ്മൾ എന്താ വായിക്കുന്നത്? യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ ആ ജീവനെ കുറിച്ച് പറയുമ്പോൾ എങ്ങനത്തെ ജീവനുണ്ടെന്നാ പറയുന്നത്? നിത്യജീവൻ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ നമുക്ക് നൽകപ്പെട്ട ജീവനെ കുറിച്ച് പറയുമ്പോൾ പറയുന്നത് എങ്ങനെയാണ്? സമൃദ്ധിയായ ജീവൻ, ഇറ്റേണൽ ലൈഫ്, ലൈഫ് ഇൻ അബൻഡൻസ്. ഇതൊക്കെയാണ് നമുക്ക് നൽകപ്പെട്ട ജീവന്റെ പ്രത്യേകതയായിട്ട് തിരുവഴുത്തിൽ പറയുന്നത്. ഇത് ദൈവീക ജീവനാണ്. ആ ജീവൻ ഉള്ളിലുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ ആത്മീയമായി വളരും. ആത്മീയ വളർച്ചയുടെ മറ്റൊരു പ്രത്യേകതയാണ് ഞാൻ സൂചിപ്പിച്ചത്. പത്രോസിന്റെ ലേഖനത്തിൽ 1 പത്രോസ് 2-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യത്തിൽ ഞാനൊന്ന് വായിച്ചു കേൾപ്പിച്ചായിരുന്നു. ശരിയായ വളർച്ചയ്ക്ക്, രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മറയമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പി. ആ വാക്യവും പിന്നീട് നമുക്ക് അല്പ വിശദീകരണം വരുന്നുണ്ട്. ഞാൻ മുഖവരിയിൽ ഇങ്ങനെ പറയട്ടെ, നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ട പാല് അല്ലെ ഭക്ഷണം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവവചനം നമുക്ക് തന്നിട്ടുണ്ട്. അത് നാം കേൾക്കുന്നുണ്ട്, അത് നാം പഠിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്.
പക്ഷെ ആത്മീയ വളർച്ച ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥമല്ല. വചനം കേൾക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ഉള്ളിൽ അത് പ്രവർത്തിക്കുന്നില്ല. വചനം ക്രിയ ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവ് കൂടിയാണ് ആത്മീക വളർച്ച എന്ന് പറയുന്നത്.